ഹായ് ഒരുവൻ, നമുക്ക് മാർക്കറ്റിൽ നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു അനാലിസിസും അതുപോലെ തന്നെ നാളെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലുകൾ നമുക്ക് നോക്കാം. ഇന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ് ഈ ഒരു സോൺ എന്ന് പറയുന്നത്. ഇതൊരു നല്ല സപ്പോർട്ട് സോണായിട്ട് തന്നെയാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസിൽ പറഞ്ഞതുപോലെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 20th ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാൻഡലിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് സൺഡേ വീഡിയോസിൽ. നിങ്ങൾ നോക്കിയാൽ അറിയാം, സൺഡേ വീഡിയോയിൽ നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് ഫ്രൈഡേ മാർക്കറ്റ് നല്ല രീതിയിലൊരു റിജക്ഷൻ ക്യാൻഡിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നതും അതിനകത്ത് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഒരു സോണിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അവിടെ നിന്ന് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് മൂവ് ഉണ്ടാവുകയായിരുന്നു ചെയ്തത്. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഒന്നുമില്ല. സൈഡ് വേസിലായതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമ്മൾക്ക് ബൈങ്ങിന് സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റീസുകൾ മാത്രമാണ് കുറച്ചും കൂടി പ്രോബബിലിറ്റി ഉള്ളതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 23,870 എന്ന് പറയുന്ന റേഞ്ച് കഴിഞ്ഞ ദിവസവും ഫ്രൈഡേ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയെങ്കിലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണെന്നുണ്ടെങ്കിൽ പോലും മാർക്കറ്റ് അതിന് മുകളിൽ പോയിട്ട് ഒരു ഹാമർ ക്യാൻഡിൽ ഉണ്ടാക്കിയെങ്കിലും അതിന് മുകളിൽ ക്ലോസ് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ ഫോം ചെയ്യാനോ അവിടെ സപ്പോർട്ട് എടുക്കാനോ പറ്റിയിട്ടില്ല. അപ്പോൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മാർക്കറ്റ് ഒരു ലോയിൽ നിന്ന് ഹൈ ക്രിയേറ്റ് ചെയ്ത് അതിനൊരു ഡിപ്പ് വന്ന് വീണ്ടും നല്ലൊരു രീതിയിലുള്ള റിജക്ഷൻ ക്യാൻഡിൽ ഉണ്ടാക്കി ഒരു പ്രോപ്പർ പ്രൈസ് ആക്ഷൻ പാറ്റേൺ ഫോം ചെയ്തിട്ടാണ് ഇവിടുന്ന് റിവേഴ്സൽ വന്നിരിക്കുന്നത്. നമുക്ക് മാർക്കറ്റിൽ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, നല്ലൊരു ട്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു സോണിൽ നിന്ന് ഡൗൺ സൈഡിലേക്ക് വന്ന ഈ ഒരു മൂവാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഇത് നമ്മുടെ സൈഡ് വേസ് മൂവിനകത്ത് തന്നെ വന്നേക്കുന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. ഇനി നാളെ നിങ്ങൾക്ക് മാർക്കറ്റിലേക്ക്, ഇപ്പം നിങ്ങൾക്ക് മാർക്കറ്റിൽ നോക്കിയാൽ അറിയാം ഭയങ്കര വോളിയം കുറവാണ്. ഓപ്ഷൻ ചെയിൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു ബൈയിങ്ങോ സെല്ലിങ്ങോ തന്നെ FISൻ്റെ ഭാഗത്തുനിന്ന് കാണാനായിട്ടില്ല. ഓവറോൾ മാർക്കറ്റിൽ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് ബൈയിങ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഒരു 281 കോർ ബൈയിങ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതേ കൂടുതൽ ബൈ ചെയ്തിട്ടുള്ളത് ഇന്ന് DIS ആണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയാൽ അറിയാം ഒരു ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാക്കാം ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു അപ്പ് സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ഫീൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഹൈയിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡിംഗ് പ്ലാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ഒന്നുകിൽ നിങ്ങൾക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ സെല്ലിംഗ് റിലേറ്റഡ് സ്പ്രെഡുകൾ കൺസിഡർ ചെയ്യാം. അതായത് കോൾ സൈഡിൽ സെല്ല് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് നോക്കാം. അപ്പോൾ ഇവിടെ ആക്ച്വലി മാർക്കറ്റിൽ ഇപ്പം നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സെൽ ഓൺ റൈസ് എന്ന് പറയുന്നൊരു ട്രെൻഡാണ്. അപ്പോൾ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകുമ്പം ഈ ഒരു 23,870 അതുപോലെ തന്നെ 950 ഈ ഒരു റേഞ്ചൊക്കെ നിങ്ങൾക്ക് സ്ട്രിക്റ്റ് SL ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, സെൽ ഓൺ റൈസ് ട്രെൻഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സൈഡ് വേസ് റേഞ്ച് ആയതുകൊണ്ട് തന്നെ ബൈയിങ്ങിന് സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും കുറച്ച്